ഡിവൈഎസ്പി ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് നടക്കുകയാണ്. ആ മാർച്ചിൽ സംഘർഷമുണ്ടായിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് പോലീസ് തടഞ്ഞിരിക്കുന്നു. നേരത്തെ പോലീസ് ലാത്തി വീശിയിരുന്നു പ്രതിഷേധക്കാർക്ക് നേരെ. യൂത്ത് കോൺഗ്രസിന്റെ ഡിവൈഎസ്പി ഓഫീസ് മാർച്ചിൽ പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി. ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമമാണ് പ്രതിഷേധക്കാർ നടത്തിയത്. പ്രതിഷേധക്കാർക്ക് നേരത്തെ പോലീസ് ലാത്തി വീശിയിരുന്നു. മാർച്ച് പോലീസ് തടയുകയും ചെയ്തു. ഇപ്പോൾ മുദ്രാവാക്യം മുഴക്കി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ലാൽകൃഷ്ണൻ വിശദാംശങ്ങളുമായി. ലാൽകൃഷ്ണൻ, ഈ പ്രതിഷേധം അത് സംഘർഷത്തിലേക്ക് വഴിമാറിയല്ലേ? തീർച്ചയായിട്ടും 2022 യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറി ആയിരുന്ന ബിലാലിൻ്റെ കണ്ണ് പോലീസ് അടിച്ചു തകർത്ത വാർത്ത കഴിഞ്ഞ ദിവസം നമ്മൾ കൊടുത്തിരുന്നു. അതിനകത്ത് പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റിയുടെ വിധി ഉണ്ടായിട്ട് പോലും ഈ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന നിലപാടാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്ന കാര്യമടക്കം പറഞ്ഞിരുന്നു. 5 മാസമായിട്ട് നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ളത്. അതടക്കമുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നിലവിൽ തൊടുപുഴയിലെ ഡിവൈഎസ്പി ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തിയത്. ആദ്യഘട്ടത്തിൽ പോലീസ് ഗേറ്റിന് മുന്നിൽ തന്നെ പോലീസ് മാർച്ച് തടഞ്ഞുവെങ്കിലും പ്രവർത്തകരുമായി ഉന്തും തള്ളും ഉണ്ടാവുകയായിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് മാർച്ച് സംഘർഷത്തിലേക്ക് വഴിമാറിയത്. പ്രവർത്തകരെ പോലീസ് വിരട്ടി ഓടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആദ്യഘട്ടത്തിൽ ലാത്തി വീശുകയായിരുന്നുവെങ്കിൽ പ്രകോപിതരായ പ്രവർത്തകരെല്ലാം പോലീസിന് നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു. തുടർന്ന് പോലീസ് ലാത്തിചാർജ് നടത്തി. ലാത്തിചാർജിൽ ഒരു പ്രവർത്തകന് സാരമായി പരിക്കുമേറ്റിട്ടുണ്ട്. തല പൊട്ടിയ നിലയിൽ തന്നെയാണ് ഉള്ളത്. അതോടുകൂടി മാർച്ചിൻ്റെ സ്വഭാവം പൂർണ്ണമായും മാറിയിരിക്കുകയാണ്. പോലീസുമായി തെരുവിൽ വാക്കുതർക്കവും മുന്തും തള്ളും തമ്മിൽ തല്ലും എന്ന നിലയിലേക്ക് പൂർണ്ണമായി മാറിയിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ പലരെയും പിരിച്ചുവിടാൻ വേണ്ടി പോലീസ് സമവായത്തിന് ശ്രമം സ്വീകരിച്ചെങ്കിൽ പോലും അതുപോലും ഫലവത്തായില്ല. തൊടുപുഴ നഗരത്തെ പൂർണ്ണമായും സ്തംഭിപ്പിച്ചുകൊണ്ടാണ് നിലവിൽ ഈ പ്രതിഷേധം ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. നഗരമധ്യത്തിൽ തന്നെ അല്ലെങ്കിൽ റോഡിന് നടുവിൽ തന്നെ നിന്നുകൊണ്ടാണ് പോലീസും പ്രവർത്തകരും തമ്മിലുള്ള വാക്കേറ്റം ഉണ്ടാകുന്നത്. അതിനിടയിൽ പ്രവർത്തകരെ പിരിച്ചുവിടാൻ വേണ്ടി പലവട്ടം പോലീസ് ലാത്തി വീശുകയും ചെയ്തു. ലാത്തി വീശുക മാത്രമല്ല, ലാത്തി ചാർജ് എന്ന് തന്നെ പറയാം. കാരണം പോലീസ് സ്റ്റേഷനുള്ളിലായിരുന്ന ബാരിക്കേഡിനകത്തായിരുന്ന പോലീസ് പൂർണ്ണമായും പുറത്തേക്ക് ഇറങ്ങി പ്രവർത്തകരെ ലാത്തി കൊണ്ട് അടിച്ച് പലതരത്തിലേക്ക് പിരിച്ചുവിടുകയായിരുന്നു. ഇതിനിടയിലാണ് പ്രവർത്തകന് പരിക്ക് പറ്റിയ കാര്യം മറ്റുള്ളവരെ ശ്രദ്ധയിൽപ്പെടുന്നതും ആ പ്രവർത്തകരെ എടുത്തുകൊണ്ട് വന്ന് വീണ്ടും ബാരിക്കേഡിന് മുന്നിൽ വെച്ച് വീണ്ടും ഇവരെ പ്രതിഷേധം ശക്തമാക്കുകയായിരുന്നു. പിരിഞ്ഞുപോയ പ്രവർത്തകർ പല കോണുകളിൽ നിന്നായി തിരിച്ച് സംഘടിച്ചെത്തുകയും പോലീസിനെതിരെ വീണ്ടും മുദ്രാവാക്യം വിളിക്കുകയും പോലീസിനെ കയ്യേറ്റം ചെയ്യുകയും ചെയ്യുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. നിലവിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് സമവായത്തിനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ പോലും ഇപ്പോൾ അപകടം പറ്റിയ പ്രവർത്തകനെ മർദ്ദിച്ച ഉദ്യോഗസ്ഥനെ അടക്കം നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് നിലവിൽ പ്രതിഷേധം കടുപ്പിക്കുന്നത്. അതാണ് തൊടുപുഴയിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. അത് സംഘർഷത്തിൽ കലാശിച്ചു. പോലീസ് ലാത്തി വീശി പ്രതിഷേധക്കാർക്ക് നേരെ. അതിനിടെ കൊച്ചിയിലും പ്രതിഷേധമുണ്ട്. കമ്മീഷണറുടെ ഓഫീസിലേക്കാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. ആ പ്രതിഷേധത്തിലും സംഘർഷമുണ്ടായി. പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ച പോലീസ് പിന്നീട് ജലപീരങ്കി പ്രയോഗിച്ചു. 2 ദൃശ്യങ്ങളും പ്രേക്ഷകർക്ക് സ്ക്രീനിൽ കാണാൻ കഴിയും. നിതിൻ അംബുജൻ വിവരങ്ങളുമായി. നിതിൻ, കൊച്ചിയിലെ പ്രതിഷേധം അതെങ്ങനെയായിരുന്നു? അനുജ, കൊച്ചിയിലെ കമ്മീഷൻ ഓഫീസിലേക്കാണ് നിലവിലിപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് ആരംഭിച്ചത്. കമ്മീഷൻ ഓഫീസ് സമീപിച്ചതിനെ മാർച്ച് പോലീസ് തടഞ്ഞു. നിലവിലിപ്പോൾ പ്രവർത്തകർ ഇവിടെ പ്രതിഷേധവുമായി തുടരുകയാണ്. ബാരിക്കേഡ് പ്രവർത്തകർ മറിച്ചിടാൻ ശ്രമിച്ചെങ്കിലും പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. യൂത്ത് കോൺഗ്രസ് ഉപാധ്യക്ഷനായ അബിൻ വർക്കിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ കമ്മീഷൻ ഓഫീസിലേക്ക് മാർച്ച് നടക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തുടർച്ചയായി പോലീസിന് വ്യാപകമായ പരാതി ഉയർന്നിരുന്നു. കസ്റ്റഡി മർദ്ദനമടക്കമുള്ള പരാതി ഉയർന്ന ഒരു പശ്ചാത്തലത്തിലാണ് പോലീസിന്റെ ഈ നടപടിക്കെതിരെ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് തൊടുപുഴയിൽ വീണ്ടും സംഘർഷമുണ്ടായിരിക്കുന്നു എന്നതാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. അത് വിവിധ ഇടങ്ങളിൽ തുടരുകയാണ്. പോലീസിനെതിരായ പ്രതിഷേധമാണ്. തൊടുപുഴയിൽ ഡിവൈഎസ്പി ഓഫീസിലേക്കാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിക്കുന്നത്. വീണ്ടും സംഘർഷമുണ്ടാകുന്നു. അല്പസമയം മുൻപും പോലീസ് പ്രവർത്തകർക്ക് നേരെ ലാത്തി വീശിയിരുന്നു. ഇപ്പോൾ വീണ്ടും സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നതാണ് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. കൊച്ചിയിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം കമ്മീഷണറുടെ ഓഫീസിലേക്കാണ്. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു അല്പസമയം മുൻപ്. കൂടാതെ ലാത്തി വീശുകയും ചെയ്തിരുന്നു. ഇപ്പോൾ തൊടുപുഴയിൽ വീണ്ടും സംഘർഷമുണ്ടാകുന്നു. ലാൽകൃഷ്ണൻ തുടരുന്നുണ്ട്. ലാൽ, ഇപ്പോഴെന്താണ് സംഭവിക്കുന്നത്?
നിലവിൽ 2 പേർക്കാണ് പരിക്കേറ്റത്. ആ പരിക്കേറ്റവരെ എടുത്തുകൊണ്ട് വീണ്ടും ഓഫീസിന് മുന്നിൽ നിന്ന് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണം എന്നാവശ്യപ്പെട്ട സമയത്ത് പോലീസ് രണ്ടാമതും ലാത്തി വീശിയിരിക്കുകയാണ്. 2 ഘട്ടങ്ങളിലായിട്ടാണ്. ആദ്യഘട്ടത്തിൽ ലാത്തി വീശിയപ്പോഴാണ് 2 പ്രവർത്തകരുടെ തലയ്ക്ക് പരിക്കേറ്റ് ചോര വാർന്നൊലിക്കുന്ന നിലയിലേക്ക് പോയത്. ആ പ്രവർത്തകരെയും കൊണ്ട് വീണ്ടും അതിന് മുന്നിലേക്ക് എത്തിയ സമയത്താണ് വീണ്ടും സംഘർഷത്തിൻ്റെ സാധ്യതകൾ ഉടലെടുത്തിരിക്കുന്നത്. 2ാം തവണ വീണ്ടും ലാത്തി വീശിയിരിക്കുകയാണ്. നിലവിൽ റോഡിൻ്റെ നടുവിൽ കുത്തിയിരുന്നു കൊണ്ട് പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. പ്രവർത്തകരെ പിരിച്ചുവിടാൻ വേണ്ടിയിട്ട് തൊടുപുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ശ്രമിക്കുന്നുണ്ട് എങ്കിൽ പോലും അതും ഫലവത്താകുന്നില്ല എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ. നമ്മൾ ആദ്യം പറയുന്നത് നഗരമധ്യത്തിൽ തന്നെയാണ് ഈ പ്രതിഷേധം അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. സാരമായി തന്നെ ചിലർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേൽക്കാൻ കാരണമായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണം എന്നുള്ളതാണ്. ജനാധിപത്യപരമായ സമരമാണ് നടന്നത്. സമരത്തെ പോലീസ് അടിച്ചമർത്താൻ ശ്രമിക്കുകയാണ് എന്നുള്ളതാണ് പ്രവർത്തകർ ഇപ്പോൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാന നേതാക്കൾ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുടെ നേതൃത്വത്തിലാണ് സമരം ഇപ്പോൾ നിലവിൽ നടക്കുന്നത്. ജില്ലാ കമ്മിറ്റിയുടെ സമരമായിരുന്നു. പക്ഷേ വാക്കുതർക്കം വീണ്ടും മൂർച്ഛിച്ച് അടുത്ത ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. ആദ്യഘട്ടത്തിൽ സംയമനം അല്ലെങ്കിൽ മറ്റ് സംഘർഷാവസ്ഥ ഒഴിവാക്കുക. തൊടുപുഴയിലും എറണാകുളത്തുമാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം പോലീസിനെതിരെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.